എല്ലാവരും കുളിച്ചൊരുങ്ങി ചെറിയൊരു സൽക്കാരത്തിന് പോവാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കൂ. ഇന്ന് ഞങ്ങൾ അപ്പുറത്തെ കടയിലെ ബായിന്റെ വെഡിങ് ആനിവേഴ്സറിയും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവൻ പാർട്ടിയും തന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതിന്റെ ഒരു പാർട്ടിയൊക്കെ പാടെ എല്ലാവർക്കും പാടി തരാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ പോണ വഴിക്ക് ഹോട്ടലിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഫുഡൊക്കെ. അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ഏതായാലും കടയിലേക്ക് എത്താനായി. കടയിലെത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. വമ്പ സ്വീകരണമൊക്കെ കിട്ടി. ഇത് നമ്മളെ പുതിയാപ്ല ചെക്കനാണ്. അവൻ പായസം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 കടയിലത്തെ ആൾക്കാരും എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പായസമൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാണിക്കാക്കാണ് ബിരിയാണി വിളമ്പാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഫുഡ് ഉണ്ടാക്കാനായാലും വിളമ്പാനായാലും കൊടുക്കാനായാലും നമ്മളെ നാണിക്കാക്കൂനെ കഴിച്ചിട്ടുള്ളൂ വേറൊരാള്. ഏതായാലും സപ്ലൈ ഒക്കെ കഴിഞ്ഞിട്ട് ടേബിളുമേ ഇരിക്കാൻ ആൾക്കാരില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ തന്നെ ഇരുന്ന് കാണ്ട് സംഗതി ഉഷാറാക്കി കൊടുത്തു. കുറച്ചു കാലമായി ഇപ്പം ഞങ്ങൾ 3 കടയിലത്തെ ആൾക്കാരൊക്കെ പാടെ ഒന്നിച്ച് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാവരും ഉണ്ട് ഇന്ന്. പിന്നെ ഇവിടുത്തെ അയൽവാസികളൊക്കെ ഉണ്ട്. ഏതായാലും പായസമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഗ്ലാസ് കൂടി പായസമൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പിലാണ് ഈ കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ടുള്ളത്. ഈ ഒഴിഞ്ഞിരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. ഈ പ്ലേറ്റിൽ കാണുന്ന ചോറൊക്കെ കഴിച്ച് 3 ഗ്ലാസ് പായസം കുടിച്ചിട്ടുള്ള ഇരുത്താണ് കാണുന്നത്. ഏതായാലും മാഷാ അല്ലാഹ് എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോന്നപ്പോഴേക്കും 2:30 മണിയായിട്ടുണ്ട്. പോണ വഴിക്കാണ് നമ്മളെ വണ്ടിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് പമ്പിലൊന്ന് കയറ്റിക്കാണ്ട് മൂപ്പർക്കുള്ള വിശപ്പൊന്ന് മാറ്റി കൊടുത്തു. ഞങ്ങളെ കടയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 40 മിനിറ്റോളം യാത്ര ചെയ്യണം. അതാണ് ഇപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ റിസ്ക്. ഏതായാലും സിറ്റിത്തെ കടയിൽ നിന്നൊക്കെ ഞങ്ങളെ കൊച്ചു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് ഒരു അരിച്ചാക്കൊക്കെ എടുത്ത് ഇനി ഏതായാലും റൂമിലെത്തി കിടന്നുറങ്ങണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ബൈ ബൈ.